യെസ്, നമ്മൾ ഒരുപാട് ചെയറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ചോദിക്കുന്നതാണ് 10,000 രൂപക്ക് ഉള്ളിൽ കിട്ടുന്ന നല്ലൊരു കമ്പനിയുടെ നല്ലൊരു ഓഫീസ് ചെയറിന്റെ വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. എന്നാ പിടിച്ചോ, ഈ വെർഗോ എന്ന ബ്രാൻഡിന്റെ നല്ല അടിപൊളി ട്രാൻസ്ഫോം എർഗണോമിക് ഓഫീസ് ചെയർ. ഇത് 10,000 രൂപക്ക് താഴെയാണെങ്കിലും അങ്ങനെ കുറച്ച് കാണണ്ട, അത്യാവശ്യം വേണ്ട ഓപ്ഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ കാണാനും കൊള്ളാം. ഈ ഹെഡ് റെസ്റ്റ്, ലംബർ, ഹാം റെസ്റ്റ് ഇതെല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇങ്ങനെ ആടിക്കളിക്കാം, ലോക്കിംഗ് സിസ്റ്റം, 3 years വാറണ്ടി, ഇങ്ങനെ എല്ലാം കൊണ്ടും ഉത്തമം. അടിച്ചു കയറി വാ, ഇതിന്റെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതാണ് ഈ ചെയറിന്റെ ബോക്സ്. സാധാരണ പോലൊക്കെ തന്നെയാണ്. ഇതിനുള്ളിലായിട്ട് ചെയറിന്റെ പീസസ് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആണ് തന്നിട്ടുള്ളത്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ യൂസർ മാനുവൽ അതിന് സഹായിക്കും. ഇനി ബോക്സിനുള്ളിൽ ഹാം റെസ്റ്റ്, വീൽ ബേസ്, ബാക്ക് റെസ്റ്റ്, സീറ്റ് മെക്കാനിസം, ഗ്യാസ് ലിഫ്റ്റ്, അലൻ കീ, ഇതേപോലെയുള്ള കവർ, ഇതൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ അത്ര വലിയ പണിയൊന്നുമില്ല. 10 to 15 minutes ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ആദ്യം തന്നെ സീറ്റ് എടുത്തിട്ട് ഇതേപോലെ ബാക്കിലുള്ള സ്ക്രൂസ് എല്ലാം അഴിച്ചു മാറ്റിയിട്ട് അതിലേക്ക് ഹാം റെസ്റ്റ് ലെഫ്റ്റും റൈറ്റും കറക്റ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സീറ്റ് എടുത്തിട്ട് ഇതേപോലെ വെക്കുക. അതിലേക്ക് ബാക്ക് റെസ്റ്റ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിലും സ്ക്രൂസ് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വീൽ ബേസ് എടുത്തിട്ട് അതിലേക്ക് ഈ ഗ്യാസ് ലിഫ്റ്റ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫിറ്റ് ചെയ്യുന്ന സാധനം അതിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ അട്രാക്റ്റീവ് ആയുള്ള ഭാഗം ഇതിന്റെ ബാക്ക് റെസ്റ്റ് ആണ്. ആ ഒരു ഡിസൈൻ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഇതിന്റെ ഈ ലംബർ സപ്പോർട്ടിനും ഒരു മോഡേൺ തീമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ചെയർ ഈ കാണുന്ന കളറിൽ മാത്രമല്ല ഉള്ളത്, ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിന്റെ മെഷ് ആൻഡ് അതർ പാർട്സ് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ടാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ക്വാളിറ്റി കൊള്ളാം. ആംറസ്റ്റ് ഫുള്ളി പ്ലാസ്റ്റിക് ആണ്, ലുക്സ് ഗുഡ്. പക്ഷേ കൂടുതൽ കാലത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ പിടിച്ച് ഇതേപോലെ ഒന്നും എണീക്കാതിരിക്കുക. പ്രത്യേകിച്ച് നല്ല വെയിറ്റ് ഉള്ളവരാണെങ്കിൽ ആ പണിക്കേ നിൽക്കാതെ. ഈ ഒരു എസ് ഷേപ്പ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഹെഡ്, ബാക്ക്, ലംബർ സപ്പോർട്ട് ഇതൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ബാക്ക് റെസ്റ്റ് നല്ല ബ്രീത്തബിൾ മെഷ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല എയർ ഫ്ലോ ലഭിക്കുന്നുണ്ട്. പിന്നെ സ്പേഷ്യസ് ആൻഡ് സപ്പോർട്ടീവ് ആയുള്ള സീറ്റുമാണ്, കുറച്ചുകൂടെ വിശാലമായി ഇരിക്കാൻ കഴിയുന്നുണ്ട്. സീറ്റ് ഡെപ്ത്, മിനിമം ആൻഡ് മാക്സിമം ഹൈറ്റ് ഇതെല്ലാം ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കുക. ഇനി ഇതിന്റെ ലെഗ് സൈഡ് ആണെങ്കിൽ ആന്റി സ്ക്രാച്ച് ആൻഡ് ക്രോം ഫിനിഷിൽ മെറ്റൽ ബേസ് ആണ് ഇതിനുള്ളത്. ഏകദേശം 120 കിലോഗ്രാം വെയിറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. 60 mm സൈലന്റ് വീൽ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രീ ആയിട്ട് മൂവ് ആവുന്നുണ്ട്, സൗണ്ടും ഇല്ല. വില കുറവാണെങ്കിലും ഇതിനും ഏകദേശം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. 2D അഡ്ജസ്റ്റബിൾ ഹാം റെസ്റ്റ് ആണ്. ഈ മുകൾ ഭാഗം ഫോർവേഡും ബാക്ക്വേർഡും ഇതേപോലെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് അപ്പ് ആൻഡ് ഡൗണും ചെയ്യാൻ പറ്റും. ഇതുപോലെ ഡെസ്കിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കയ്യിന് സപ്പോർട്ട് കിട്ടാനും കറക്റ്റ് പൊസിഷൻ സെറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. ഇനി അഡ്ജസ്റ്റബിൾ ലംബർ സപ്പോർട്ടും ഉണ്ട്. ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ലംബർ സപ്പോർട്ടിന് കുഷനിങ് കൊടുത്തിട്ടില്ല, അതിൻ്റെതായിട്ടുള്ള ഒരു സുഖക്കുറവൊക്കെ ഉണ്ട്. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ വർക്കിംഗ് വെൽ. ഇതുപോലെ ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യാം. ആവശ്യാനുസരണം ഇതിന്റെ ഹൈറ്റ് കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി നമ്മുടെ തലയുടെ പൊസിഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെയും മാറ്റിയെടുക്കാൻ പറ്റും. 90 to 135 ഡിഗ്രി വരെ ഇതുപോലെ ആടിക്കളിക്കാം. ഏതൊരു ചെയർ ആണെന്നുണ്ടെങ്കിലും കുറച്ച് സമയമൊക്കെ വർക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതൊരു വേറെ തന്നെയാണ്. ഈ താഴെ കൊടുത്തിരിക്കുന്ന നോബ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഈ ആടുന്നതിന്റെ ആക്ഷൻ സ്മൂത്തും ടൈറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. 3 സ്റ്റേജ് ലോക്കിങ്ങും തന്നിട്ടുണ്ട്. ഇതുപോലെ 90 ഡിഗ്രി, പിന്നെ 150 ഡിഗ്രി, 135 ഡിഗ്രി ഇങ്ങനെയൊക്കെ ലോക്ക് ചെയ്ത് വെക്കാനും പറ്റും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. റിയലി ഗുഡ്. പിന്നെ എല്ലാ ചെയറിലും ഉള്ള പോലെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞിട്ടെല്ലാം ഈ കൊടുത്തിരിക്കുന്ന ലിവറിലാണ് ചെയ്യുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ലോക്കും അൺലോക്കും ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ. അതേപോലെ തന്നെ ഇത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ 10,000 രൂപയ്ക്ക് താഴെയുള്ളതിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ചെയർ തന്നെയാണെന്ന് പറയാം. നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഹൈ പ്രൈസ് ഉള്ള ചെയേഴ്സ് വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഓക്കെയാണ്, യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന് 3 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി തരുന്നത്. ഇവർക്ക് ഈ ഒരു മോഡൽ ചെയർ മാത്രമല്ല, പല തരത്തിലുള്ള ചെയർസ് അവൈലബിൾ ആണ്. ഇവരുടെ സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ചെയറിന്റെ ലൈവ് പ്രൈസ് ആൻഡ് മോർ ഡീറ്റെയിൽസ് അറിയാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്താൽ മതി. 110K ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ചെയർ ഓക്കെ ആണോ, അല്ലെങ്കിൽ കൂടുതൽ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഏതൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.